നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ആർ ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ. Z1 തന്നിട്ടുണ്ട്, Z2 തന്നിട്ടുണ്ട്, S is equal to എന്ന് പറഞ്ഞിട്ട് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് കോമ വൈ ബിലോങ്ങിങ് ടു ആർ സ്ക്വയർ സം കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായി എന്താണ് ഇത്. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്ത് കാർട്ടീഷ്യൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ട് സെന്റർ റേഡിയസ് കണ്ടുപിടിക്കണം. അതിന്റെ യാതൊരു ആവശ്യമില്ല. കാരണം ഇത് അപ്ലോണിയസ് സർക്കിൾ ആണ്. അപ്ലോണിയസ് സർക്കിളിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് സെക്ഷൻ ഫോർമുല ഉപയോഗിച്ച് ഇന്റേണൽ ഡിവിഷൻ എക്സ്റ്റേണൽ ഡിവിഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് സെന്റർ റേഡിയസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ റീസെന്റ് സൈലത്തിന്റെ മോക്ക് എക്സാമിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മോക്ക് എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടപ്പോൾ ഇത് ജനറൽ എക്സ്പ്രഷൻ ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇതിൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കാനുള്ളതും സെന്റർ കണ്ടുപിടിക്കാനുള്ളതും റേഡിയസ് കണ്ടുപിടിക്കാനുള്ളതും ഒക്കെ എക്സ്പ്രഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 or more than ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇത് വളരെ ഫെമിലിയർ സാധനമാണ്. ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കത് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് Z minus Z1 by Z minus Z2 is equal to K തന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് K നോട്ട് ഈക്വൽ ടു 1. K 1 ആയി കഴിഞ്ഞാൽ അത് വേറെ മീനിങ് ആയി മാറി കേട്ടോ. K നോട്ട് ഈക്വൽ ടു 1 ആയി കഴിഞ്ഞാൽ Z ലൈസ് ഓൺ എ സർക്കിൾ. ആ സർക്കിളിന്റെ പേരാണ് അപ്ലോണിയസ് സർക്കിൾ. അതിന്റെ സെന്റർ എന്ന് പറഞ്ഞ സാധനം K സ്ക്വയർ Z2 മൈനസ് Z1 ഡിവൈഡഡ് ബൈ K സ്ക്വയർ മൈനസ് 1 ആണ്. അതുപോലെ അതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞ സാധനം K ടൈംസ് മോഡുലസ് ഓഫ് Z1 മൈനസ് Z2 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് K സ്ക്വയർ മൈനസ് 1. ഓഫ് കോഴ്സ് K എന്താണ്, ഒരു പോസിറ്റീവ് നമ്പർ ആവും. അത് വേറെ പറയേണ്ട ആവശ്യമില്ല, കാരണം ലെഫ്റ്റ് സൈഡിലുള്ളത് മോഡുലസ് ആണല്ലോ. റൈറ്റ്. അപ്പോൾ ഈ ഐഡിയ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്ട്ലി നമുക്കതിന്റെ ഉത്തരം കിട്ടും. ഒന്നും ചെയ്യാനില്ല, നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ Z1 is equal to 1 plus 2i ആണ് അവർ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ Z2 is equal to അവർ തന്നിരിക്കുന്നത് 3i ആണ്. ആൻഡ് അതുപോലെ K തന്നിരിക്കുന്നത് 2 ആണ്. ഇത് നേരെ പ്ലഗ് ഇൻ ചെയ്യാം. അപ്പോൾ ZC will come out to be 4, അതായത് 12i മൈനസ് 1 plus 2i ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. സോ ദിസ് ബിക്കംസ് മൈനസ് 1 by 3 പ്ലസ് 10 by 3i. ഓക്കെ. ആൻഡ് റേഡിയസ് വിൽ ബി 2 times മോഡുലസ് ഓഫ് Z1 മൈനസ് Z2. അപ്പോൾ Z1 മൈനസ് Z2 ചെയ്യുമ്പോൾ √2 വരും ഡിവൈഡഡ് ബൈ K സ്ക്വയർ മൈനസ് 1 എന്ന് പറയുമ്പോൾ 3 വരും, 2√2/3 കഴിഞ്ഞു. അപ്പോൾ മൈനസ് 1/3 10/3 ആണ് സെന്റർ. ഓക്കെ, ഇത് തെറ്റാണ്. അതുപോലെ റേഡിയസ് 2√2/3 ആണ്. ഡി, എയും ഡോഗും ആണ് അതിന്റെ റൈറ്റ് ആൻസർ. ഒരു വിഷമമില്ല, ഇതല്ലാതെ സ്ക്വയർ ചെയ്ത് ചെയ്യാം, അത് ലെങ്തിയാണ്. അല്ലെങ്കിൽ എന്താണ്, ഫോർമുല മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ മറന്നുപോയവർക്ക് എന്ത് ചെയ്യാം, ആ Z1ഉം Z2 ഉപയോഗിച്ച് ഇന്റേണൽ ഡിവിഷനും എക്സ്റ്റേണൽ ഡിവിഷനും ഉപയോഗിച്ച് കിട്ടുന്ന പോയിന്റുകളാണ് എന്ത് വരാൻ പോകുന്നത്, ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ്. ആ ഐഡിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ.